ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഞാൻ മുബഷിറ ഫാറൂഖ്. ഇന്ന് നമ്മൾ ഡ്രാഗൺ ഫാമിലാണുള്ളത്. ഡ്രാഗൺ ഫാം എന്ന് പറയാൻ പറ്റില്ല, ഇത് ഇവിടെ നമ്മളടുത്ത് തന്നെ ഒരു ഇക്കയുടെ വീടിൻ്റെ മുറ്റത്താണ് ഈ ഡ്രാഗൺ തോട്ടം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ഉള്ള സ്ഥലത്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇവർ ഡ്രാഗൺ കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടുത്തെ ഡ്രാഗണ് കുറച്ച് പഴുത്ത് തുടങ്ങിയതും അതുപോലെ ഫ്ലവറിങ് ആയി നിൽക്കുന്നതുണ്ട്, ചെറിയ പച്ച കളറിലായിട്ടുള്ളതുണ്ട്, പല സൈസിലുള്ള ഡ്രാഗൺ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഡ്രാഗൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. മുല്ലുസേ, ഡ്രാഗൺ സെറ്റ് ചെയ്യണ ഇജ്ജ് എന്തിനാ വെയിറ്റ് ചെയ്യണ? പറിച്ചെടുക്കാനായിട്ട് കാത്തിക്കണല്ലേ? അതിൻ്റെ അടുത്ത് നോക്കാതൊക്കെ താഴെ വളവെടുപ്പാ? ആയിക്കോട്ടെ. നമ്മളെ കുട്ടി സംഘങ്ങളൊക്കെ വിളവെടുപ്പിനായിട്ട് ഇറങ്ങിക്കണം കേട്ടോ. പ്ലേറ്റ് ഒക്കെ എടുത്തിട്ട് പൊട്ടപ്പീസ്. അപ്പൊ ഇതാണ് നമ്മൾ ഇക്ക കേട്ടോ. നല്ല വിട്ടുകത്തിയൊക്കെ ഇട്ട് തന്നെ വന്ന് വിളവെടുപ്പുണ്ട്. നല്ല മുള്ളാണല്ലോ ഡ്രാഗണിൽ, അതുകൊണ്ടാണ് വലിയ നീളം കത്തിയൊക്കെ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ചിത്രത്തിൽ വീടുക്ക് പോലവേ ഉമ്മച്ചിന് ഇത് അതിർന്നു പോയാൽ കാഴ്ചക്ക് ഒരു അഭംഗിയാണ്. പൊളിയാണെങ്കിൽ എത്ര ചെറിയ ഈ ഒരു ചെറിയ പൊളി. അപ്പൊ ഉള്ളിൽ കയമ്പ് പുറത്തേക്ക് അതൊരു ഫ്രൂട്ടിനെ സംബന്ധിച്ചിടത്തോളം അതൊരു കേട ഒരു രസമല്ലല്ലോ അല്ലേ? അതാണ് ആ ഒരു ആലുപുര കട്ടിയുള്ളൊരു സംഭവം. അങ്ങോട്ട് വരില്ല. വളരെ സിമ്പിളായിട്ട് നമ്മളെ വീട്ടിലൊക്കെ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട്. അപ്പോൾ ഇവരുടെ കൃഷി രീതി എന്ന് പറയുന്നത് 3 മാസം കൂടുമ്പോഴാണ് ഇതിന് വളപ്രയോഗം നടത്തുന്നത്. 3 മാസത്തിൽ ഇവർ ചെയ്യുന്നത് ചാണകപ്പൊടി, അതുപോലെ എല്ലുപൊടി, കടലപ്പിണ്ണാക്ക്, ഇത് 3 കൂടെ 1:1:1 എന്ന റേഷ്യോയിൽ എടുത്ത് വളരെ ലേശം അത് ഇതിൻ്റെ അടിച്ചുവട്ടിൽ അടിവശത്ത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വേറെ പ്രത്യേകിച്ച് ഒരു വളപ്രയോഗം ഇതിന് നടത്തുന്നില്ല. വൈകുന്നേരം 1-2 ആൾക്കാർക്ക് അർത്ഥ ഗുണം 2-3-4 ഒക്കെ ആയിട്ട് 1 2 3 4 5 6 നമ്മൾ അത്യാവശ്യം ഫ്രൂട്ട് വിളവെടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇതിൽ പല ടൈപ്പിലാണ്, പല പ്രായത്തിലുള്ള ഫ്രൂട്ട്സാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. കണ്ടോ, ഫ്ലവർ വരുന്നുണ്ട്, അതുപോലെ പച്ചയായിട്ടുള്ള ഒക്കെ ഉണ്ട്. അപ്പോൾ പഴുത്ത് നമ്മളിത് ഇത്രയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ.
ഡ്രാഗൺ ഫ്രൂട്ടിനായിട്ടും അതുപോലെ ഇതിൻ്റെ തൈകൾക്കായിട്ടും ഇവരുടെ ബന്ധപ്പെടാനുള്ള കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കോൺടാക്ട് നമ്പർ ആഡ് ചെയ്യാം. വളരെ കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട് ഇവിടെ നിന്ന് സ്വന്തമാക്കാൻ പറ്റും, അതുപോലെ പ്ലാന്റ്സുകൾ കേട്ടോ. അപ്പോൾ വാണിജ്യ അടിസ്ഥാനത്തിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സ്ഥലമില്ല എന്നുള്ള പരാതിയും പരിഭവം ഒന്നും വേണ്ട. നമുക്ക് ഡ്രമ്മിലൊക്കെ ഇത് കൃഷി ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. 1-2 പീസ് വെച്ച് കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഇത് വളർന്ന് വലുതായിട്ട് നമുക്ക് ആ ഒരു നമ്മൾ ഏത് മന്തിൽ വെച്ചോ ദെൻ 1 ഇയർ കൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ഫ്രൂട്ടായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും പരീക്ഷയുമൊക്കെ മറക്കരുത്. നമ്മൾ കൃഷി ചെയ്ത ഫ്രൂട്ട് നമുക്ക് തന്നെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു രസമല്ലേ. അതും പിന്നെ വീടിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഭംഗി അത് അതിലേറെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മുന്നേ ഒരു തവണ ഞാനിവിടെ വന്ന സമയത്ത് 2-3 തൈകൾ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ പ്ലാന്റ് ചെയ്തിട്ട് അത്യാവശ്യം ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഫ്ലവറിങ്ങിലേക്കുള്ള ആ ഒരു സൈസിലൊക്കെ നമ്മുടെ പ്ലാന്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിലാണ് ഞാൻ പറയുന്നത്. വളരെ ഈസിയാണ് നമുക്കിതിൻ്റെ കെയറിങ് എന്ന് പറയുന്നത്. അപ്പോൾ ചെയ്ത് നോക്കാൻ മറക്കരുത്. മീൻ വളർത്തലും അതുപോലെ വാനില കൃഷിയും ഇങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അപ്പോൾ ഇവിടേക്ക് ഇത് ഡ്രമ്മിലാണ് ഈ ഡ്രാഗൺ വെച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നൊരു സംഭവം, ഇപ്പോൾ മഴയാണല്ലോ, പ്രതീക്ഷിക്കാതെ മഴ നേരത്തെ ആയതുകൊണ്ടൊക്കെ തന്നെ ഡ്രാഗണ് പഴുക്കാനുള്ള ആ ഒരു സമയം ഇതിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കാൻ തോന്നുന്നു മഴ കൊണ്ടിട്ട് പഴുത്ത് മൂത്തിരിക്കുന്ന ഫ്രൂട്ടാണ് അവിടെ വിണ്ട് കീറി നിൽക്കുന്നത്. പെട്ടി തിന്നാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ